ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും എന്നും കൂടെ ഉണ്ടാവാനും നിങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരാനും ഒക്കെയായി നിങ്ങൾ പുരുഷന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടേതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും അടിത്തറ എന്ന് പറയുന്ന ട്രസ്റ്റ് ആണല്ലോ, അല്ലേ? വിശ്വാസം. ഈ ട്രസ്റ്റിൻ്റെ കൂടെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം. അതായത് സത്യസന്ധമായി നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ആ ഒരു വൈഫിനോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയുക തന്നെ ചെയ്യണം. ചില വ്യക്തികളുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയത്തുള്ളൂ. അതായത് ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞങ്ങോട്ട് ഒതുക്കും. പക്ഷെ പെൺകുട്ടികൾക്ക് പൊതുവെ എല്ലാ കാര്യം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കാനും അതേപോലെ തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുമാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടായാൽ പോലും അതൊക്കെ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് നന്നായി പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതേപോലെ തന്നെ രണ്ടുപേര് പറയുന്നത് കേൾക്കുകയും ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെ സംസാരിക്കണം. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഓപ്പണായിട്ട് ആ ഒരു പെൺകുട്ടിയോട് പറയണം. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളോട് എല്ലാം പറയും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ടുപേരും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അത് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റെസ്പെക്റ്റ്ഫുൾ ബൗണ്ടറീസ് ആണ്. അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കണം. അതായത് ചിലരുണ്ട്, ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി, അല്ലെങ്കിൽ നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതായിരിക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കുക. അതായത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറയുന്നത്. അതേപോലെ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഫിസിക്കലാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അതായത് വിശ്വാസം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സെക്യൂർ ആയിരിക്കും. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയർഡ് വാല്യൂസ് ആണ്. അതായത് ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഷെയർ ചെയ്യണം. അതായത് ഭാവിയിലേക്ക് ഞാൻ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഞാൻ അത് വാങ്ങിക്കും, എനിക്ക് അങ്ങനെയായി തീരണം തുടങ്ങി നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഒരു ഇക്വാലിറ്റി വേണം. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ പരസ്പരം രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരാൾ മാത്രം തീരുമാനിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പം എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മൂന്നാമത് ഒരാളെ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യിക്കരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു കാര്യം വേറെ ആരോടും നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആറാമതായിട്ട് വരുന്നത് ഇക്വാലിറ്റിയാണ്. അതിപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പരസ്പരം, അതായത് രണ്ടു പേർക്കും ഒരു ഇക്വാലിറ്റി ഉണ്ടാവണം. ഇനി ഏഴാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സപ്പോർട്ടാണ്. അതായത് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ഡ്രീംസും അംബീഷൻസും ഒക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾ ഇത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അവരും അവർക്ക് നിങ്ങളുമാണ് ഉള്ളൂ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ വേണം അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചില ബോയ്സ് ഉണ്ട് ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പറയും, നീ പുറത്തൊന്നും ജോലിക്ക് പോകണ്ട, വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, നിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും കുറച്ച് ഡ്രീംസും അംബീഷനും ഒക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ആ ഒരു അംബീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളായിരിക്കണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ വിട്ടും പോകത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരു കട്ട സപ്പോർട്ട് നൽകി നിങ്ങളുടെ ഒപ്പം തന്നെ എന്നും ഉണ്ടാവും. ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സോൾവിങ് മെൻറ്റാലിറ്റിയാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ വഴക്ക് എന്തെങ്കിലും ഉണ്ടായാൽ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ വഴക്കിൻ്റെ ഇടയിലേക്ക് മൂന്നാമത് ഒരാളെ ഇൻവോൾവ് ചെയ്യിക്കാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ രണ്ടുപേരും കൂടി അത് പറഞ്ഞു തീർക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഇന്ന് വഴക്കുണ്ടാക്കി എന്നും പറഞ്ഞിട്ട് 2 ദിവസത്തേക്ക് വീണ്ടും മിണ്ടാതിരുന്നു, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് തന്നെ അത് മാക്സിമം പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ 8ാമത്തെ കാര്യം. ഇനി 9ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 9ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പേഴ്സണൽ ഗ്രോത്ത് ആണ്. അതായത് 2 പേരും പരസ്പരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് അതിനേക്ക് എൻകറേജ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു, ഇനിയും നിങ്ങൾ മുമ്പോട്ട് പോകണം, ഇതുപോലെ തന്നെ ചെയ്യണം, ഇങ്ങനൊരു എൻകറേജ്മെൻറ്റ് എപ്പോഴും നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. അതായത് ഇപ്പോൾ വർക്കിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ടോപ്പിൽ നീ എത്തണം, നിങ്ങൾ വേണം അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ 9ാമത്തെ കാര്യം. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൺ ആൻഡ് ലാഫ്റ്റർ ആണ്. അതായത് 2 പേരും നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിൽ എന്നും നിങ്ങൾ, അതായത് ഇപ്പം എന്ത് തിരക്കാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായൊരു ടൈം എല്ലാ കാര്യത്തിലും കണ്ടെത്തണം. എന്നിട്ട് ആ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുകയും തമാശ പറയുകയും കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സെക്യൂറായിട്ടും സ്ട്രോങ് ആയിട്ടും വീണ്ടും മുമ്പോട്ട് പോകത്തുള്ളൂ. എന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 10ാമത്തെ കാര്യം. പിന്നെ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ടും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടും മുമ്പോട്ട് പോകണം എങ്കിൽ നിങ്ങൾ 2 പേരുടെയും ടൈമും എഫേർട്ടും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റും ഒക്കെ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ ഇപ്പം എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് എഫേർട്ടൊക്കെ ഇടുന്നു, മറ്റാൾ ഈ കാര്യങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അധികം നടന്ന് മുമ്പോട്ട് പോകത്തില്ല. ഇന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആ ഒരു സ്ത്രീക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് ഒരിടത്തേക്കും പോകത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും കേട്ട് അവർ കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.